ഇമാം ഹസനുൽ ബസരി. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മോചിപ്പിക്കപ്പെട്ട അടിമ സ്ത്രീ ഖൈറയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹയുടെ മൗലയായിരുന്ന യസാറുൽ ബസരിയുടെയും മകനായി ഹിജ്റ 21 ജനനം. ഉമ്മുൽ മുഅ്മിനീന്റെ പാലൂട്ടലും പരിചരണവും കൊണ്ട് കുഞ്ഞായിരിക്കെ തന്നെ റസൂലിന്റെ ഭവനത്തിൽ വളർന്ന് ധാരാളം അനുഭവങ്ങളും അറിവുകളും ആർജിച്ച വ്യക്തിയായിരുന്നു ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി. ഹജ്ജാജ് ബിൻ യൂസുഫ് ക്രൂരമായി ഭരണം നടത്തിയിരുന്ന, പലരെയും കൊലപാതകത്തിന് വിധേയമാക്കിയിരുന്ന കാലം. ഒരിക്കൽ ഇമാം ഹസനുൽ ബസരിയെയും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ഹജ്ജാജ് കോപം മൂത്തിരിക്കുകയായിരുന്നു. തോൽവിരി വിരിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നവരെ തയ്യാറാക്കി ഇമാം ഹസനുൽ ബസരിയോട് കടന്നുവരാൻ ആവശ്യപ്പെട്ടു. അധരങ്ങൾ മന്ത്രിച്ചുകൊണ്ട് ഇമാം ഹസനുൽ ബസരി ആഗതനായി. ആളുകൾ ചൂളിപ്പോയി. പൊടുന്നനെ ഹജ്ജാജിന്റെ കോപമണഞ്ഞു. വികാരം സ്വാഗത ഭാഷണമായി. തൻ്റെ ചാരത്തിരുത്തി താടിയിൽ സുഗന്ധം പുരട്ടിക്കൊടുത്തു. എന്നിട്ട് ഹജ്ജാജ് പറഞ്ഞു, അബാ സഈദ്, താങ്കൾ ഉലമാക്കളിൽ സയ്യിദാണ്. ഇമാം പുറത്തിറങ്ങിയപ്പോൾ കാവൽക്കാരൻ അത്ഭുതചിത്തനായി ചോദിച്ചു, താങ്കളെ ചെയ്തതുപോലുള്ള കാര്യത്തിനല്ലല്ലോ ഹജ്ജാജ് ക്ഷണിച്ചു വരുത്തിയത്? അബാ സഈദ്, കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ താങ്കളുടെ അധരങ്ങൾ എന്തായിരുന്നു മന്ത്രിച്ചിരുന്നത്? അദ്ദേഹം പറഞ്ഞു, അനുഗ്രഹങ്ങളിൽ എൻ്റെ സംരക്ഷകനെ, പ്രയാസങ്ങളിൽ എൻ്റെ അഭയമേ. ഹജ്ജാജിൻ്റെ പ്രതികാരാഗ്നി എനിക്ക് കുളിരും സമാധാനവുമാക്കണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീയിനെ കുളിരും സമാധാനവുമാക്കിയതുപോലെ. സുബ്ഹാനല്ലാഹ്, എത്ര മികച്ച തവക്കുൽ! തവക്കുലിൻ്റെ ഏറ്റവും മനോഹരമായ അനുഭൂതി നുകരാൻ നാഥൻ നമ്മെ തുണക്കട്ടെ.